നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. പ്രതികളെ 5 ദിവസത്തേക്ക് ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ചാലക്കുടി നഗരസഭയുടെ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ച 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരപ്പള്ളി കാലടി വീട്ടിൽ 28 വയസ്സുള്ള സുധിൽ, കൊന്നക്കുഴി വടാശ്ശേരി വീട്ടിൽ 39 വയസ്സുള്ള പ്രതാപൻ എന്നിവരെയാണ് പിടികൂടിയത്. പറവൂർ ദക്ഷിണ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഹൈബി ഈഡൻ MP നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളുമായി ഷൊർണൂർ റോഡിലെ ATM സെന്ററിലെത്തി ഈസ്റ്റ് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇതിനുശേഷം സംഘം മോഷണം നടത്തിയ കോലഴിയിലെ ATMലും ഇരിങ്ങാലക്കുട മാപ്രാണത്തെ ATMലും എത്തിച്ചു. വിയ്യൂർ, ഇരിങ്ങാലക്കുട പോലീസാണ് ഇവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുക. തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. മോഷണശേഷം മോഷ്ടിച്ച പണവും കാറും പ്രതികളും സഹിതം കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടുന്നതിനിടയിലാണ് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ച് പിടിയിലാകുന്നത്. 7 പേരടങ്ങിയ മോഷണ സംഘത്തിൽ ഒരാൾ തമിഴ്നാട് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരു പ്രതിക്ക് കാലിൽ വെടിയേറ്റ് തമിഴ്നാട്ടിൽ ചികിത്സയിലുമാണ്. ബാക്കിയുള്ള 5 പ്രതികളെയാണ് തൃശൂരിലെത്തിച്ചത്. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി നഗരസഭയുടെ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ച 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരപ്പള്ളി കാലടി വീട്ടിൽ സുധിൽ 28 വയസ്സ്, കൊന്നക്കുഴി വടാശ്ശേരി വീട്ടിൽ പ്രതാപൻ 39 വയസ്സ് എന്നിവരെയാണ് പിടികൂടിയത്. ഏകദേശം 50,000-ഓളം രൂപ വില വരുന്ന ആക്രി സാധനങ്ങളാണ് കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ പ്രതികൾ പിടിയിലായത്. ചാലക്കുടി നഗരസഭയുടെ അധീനതയിലുള്ള ചാലക്കുടി ITIക്ക് സമീപത്തുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ പെട്ടി ഓട്ടോറിക്ഷയിലെത്തി ആക്രി സാധനങ്ങൾ കയറ്റുന്നതിനിടയിൽ സംശയം തോന്നിയ നാട്ടുകാർ ചേർന്ന് മോഷ്ടാക്കളെ പിടികൂടുകയായിരുന്നു. നഗരസഭാ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സെക്രട്ടറി ഇൻചാർജ് കൂടിയായ MK സുഭാഷ് സ്ഥലത്തെത്തുകയും പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി പോലീസ് കേസെടുക്കുകയുമായിരുന്നു. സമാന രീതിയിലുള്ള മോഷണം ഇതിനു മുൻപും അവിടെ നടന്നതായി പറയപ്പെടുന്നു. ഏകദേശം 50,000-ഓളം രൂപ വില വരുന്ന ആക്രി സാധനങ്ങളാണ് കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ പ്രതികൾ പിടിയിലായത്. മോഷണ സാധനങ്ങളും പെട്ടി ഓട്ടോറിക്ഷയും ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാതയിൽ കൊരട്ടി JTS ജംഗ്ഷനിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. ലോറി അമിത വേഗതയിലായതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ 9:30-നായിരുന്നു സംഭവം. മുന്നിൽ പോയിരുന്ന വാഹനങ്ങൾ ബ്രേക്ക് ചെയ്തപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറി മുന്നിലെ വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുമ്പിലുണ്ടായിരുന്ന കാർ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ പിക്കപ്പിലിടിക്കുകയും പിക്കപ്പ് കാറിലിടിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഇടിച്ച വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റിയ ശേഷമാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചു. ലോറി അമിത വേഗതയിലായതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നു. മീഡിയ ടൈം, ചാലക്കുടി. എറണാകുളം ജില്ലാ സ്പോർട്സ് ആൻഡ് കളരിപ്പയറ്റ് അസോസിയേഷന്റെയും അർജുന പയറ്റ് കളരിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കളരി ആചാര്യ കുഞ്ഞപ്പൻ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു. KJ മാക്സി MLA അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ ജയകുമാർ, പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് S ജയകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ശിവൻ ഗുരുക്കൾ, മുസ്ലിസ് പ്രോജക്ട് മ്യൂസിയം മാനേജർ KB നിമ്മി, KT ജോണി, ധന്യ, വിമൽ, ബാബു എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനവും സമ്മാനദാനവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ, സിനിമ TV താരം KPSC സജീവ്, കൗൺസിലർമാരായ TV നിധിൻ, രഞ്ജിത്ത് മോഹൻ, EJ ശശി, ട്രാഫിക് പോലീസ് ഹോംഗാർഡ് MJ തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കളരിപ്പയറ്റ് പ്രദർശനവും കലാപരിപാടികളും നടന്നു.
പറവൂർ ദക്ഷിണ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ഹൈബി ഈഡൻ MP നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് സജി നമ്പിയത്ത് അധ്യക്ഷനായി. പറവൂർ തമ്പുരാൻ പൃഥ്വിരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ KP വിശ്വനാഥൻ, അഡ്വക്കേറ്റ് MK രാമചന്ദ്രൻ, ആദർശ് സുകുമാരൻ, TV നിധിൻ, EG ശശി, അമ്പിളി ദേവി, PC ജയകുമാർ, P വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ തുടരുകയാണ്. ഇന്ന് മഹാദേവ ക്ഷേത്ര നാരായണീയ സമിതിയുടെ നാരായണീയ സമർപ്പണം നടന്നു. ശ്രേഷ്ഠാചാര്യ പുരസ്കാര ജേതാവായ സുമതി R നായരുടെ ശിക്ഷണത്തിൽ നാരായണീയം അഭ്യസിച്ചവരാണ് സമർപ്പണം നടത്തിയത്. ജ്ഞാനപാന പാരായണത്തോടെ ആരംഭിച്ച നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിജയദശമി ദിവസം വരെ ദേവി മഹാത്മ്യ പാരായണം നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. പ്രതികളെ 5 ദിവസത്തേക്ക് ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ചാലക്കുടി നഗരസഭയുടെ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ച 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരപ്പള്ളി കാലടി വീട്ടിൽ 28 വയസ്സുള്ള സുധിൽ, കൊന്നക്കുഴി വടാശ്ശേരി വീട്ടിൽ 39 വയസ്സുള്ള പ്രതാപൻ എന്നിവരെയാണ് പിടികൂടിയത്. പറവൂർ ദക്ഷിണ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഹൈബി ഈഡൻ MP നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.